Hey guys, welcome back. ഈ വീഡിയോയിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർ UGC നെറ്റ്. ആൻഡ് പ്ലീസ് നോട്ട് ഇതൊരു റിവിഷൻ വീഡിയോ മാത്രമാണ്. നിങ്ങൾക്ക് ഒത്തിരി ഡീപ്പായിട്ട് പഠിക്കണമെങ്കിൽ യു ക്യാൻ റെഫർ ടു അതർ വീഡിയോസ്. ആൻഡ് ഇതിൽ ഷോർട്ട് പോയിന്റ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓൾസോ പേപ്പർ 1 വരുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് മാത്രമാണ്. സോ ഫസ്റ്റ് വൺ ഇതിൽ ടീച്ചിങ് കോൺസെപ്റ്റ് ആണ് വരുന്നത്. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ്. ഒരു ലേണേഴ്സിന് ലേണിംഗ് എങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്യാം, ഒരു ലേണറിനെ എങ്ങനെ ഗൈഡ് ചെയ്യാം, അവർക്ക് എങ്ങനെ കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് ടീച്ചിങ്. പിന്നെ ഇതൊരു ഇന്ററാക്റ്റീവ് പ്രോസസ് ആണ് ബിറ്റ്വീൻ ടീച്ചർ, ലേണർ ആൻഡ് എൻവിറോൺമെന്റ്. ഒരു ലേണിംഗ് നല്ലപോലെ പോകണമെങ്കിൽ അതിന് ടീച്ചർ വേണം, ലേണർ വേണം, ഓൾസോ ഒരു ഗുഡ് എൻവിറോൺമെന്റും വേണം. ആൻഡ് ടീച്ചിങ് എന്ന് പറയുന്നത് അതൊരു ആർട്ടും കൂടിയാണ്, പിന്നെ അതൊരു സയൻസും കൂടിയാണ്. പിന്നെ അക്കോർഡിംഗ് ടു സ്മിത്ത്, ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ല, ഓർഗനൈസ്ഡ് സിസ്റ്റം ആണ് ടീച്ചിങ്. ദെൻ ടീച്ചിങ് എന്ന് പറയുന്നത് ടീച്ചറിന്റെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെയും നടക്കാം. ടീച്ചിങ് ക്യാൻ ഒക്കർ വിത്ത് ഓർ വിത്തൗട്ട് ദ ഫിസിക്കൽ പ്രസൻസ് ഓഫ് എ ടീച്ചർ. ആൻഡ് ടീച്ചിങ്ങിന്റെ ഒരു കീവേഡ് ആണ്. ടീച്ചിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് ടു ഫെസിലിറ്റേറ്റ് ലേണിംഗ്. ആ ഒരു കീവേഡ് മാത്രം ഓർത്തു വെച്ചാൽ മതി. ുള്ളതാണ് ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലേണറിന്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ് വൺ അവരുടെ തിങ്കിങ് ആൻഡ് റീസണിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാനും. തേർഡ് വൺ അവർക്ക് നല്ല നോളജ് കിട്ടാനും. പിന്നെ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്, ഒരു സോഷ്യൽ ലൈഫിൽ അവർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ദെൻ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്. ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ജസ്റ്റ് സിലബസ് കംപ്ലീഷൻ മാത്രമല്ല, അത് ലേണർ ഡെവലപ്മെന്റും കൂടെയാണ്. ഈ ടീച്ചിങ് ഡിഫറെന്റ് ലെവൽസിലുണ്ട്. 3 ലെവൽസ് ആണ് ഉള്ളത്. ലോവസ്റ്റ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ഹൈ ലെവൽ. ലോവസ്റ്റ് ലെവലിൽ വരുന്നതാണ് മെമ്മറി ലെവൽ. ഇതിൽ റീകോൾ ആൻഡ് റെക്കഗ്നീഷൻ ആണ്. നമ്മൾ ഒരു കാര്യം ബൈഹാർട്ട് ചെയ്യും അല്ലെങ്കിൽ മക്കപ്പ് ചെയ്യും, എന്നിട്ട് അതിനെ റീകോൾ ചെയ്ത് നോക്കും. പിന്നെ ഇതിന്റെ മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ലെക്ചറും റോഡ് ലേണിംഗ് ആണ്. റോഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു വേർഡ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി അത് വായിച്ച് അങ്ങനെയാണ് നമ്മൾ ഇതിനെ പഠിക്കുന്നത്. ആൻഡ് ഇത് ടീച്ചർ സെന്റർ ആണ്. ആൻഡ് ഇതിൽ ഡെഫിനേഷൻ, ഫാക്ട്സ് എല്ലാം പറഞ്ഞു കൊടുക്കും. ദെൻ ഈ ലെവലിന്റെ ക്ലൂ വേർഡ് ആണ് റോട്ട് ഓർ റീകോൾ. റോട്ട് ഓർ റീകോൾ മെത്തേഡിൽ പഠിക്കുന്നതാണ് മെമ്മറി ലെവൽ. ആൻഡ് ഇതാണ് ലോവസ്റ്റ് ലെവൽ. ഇനി നെക്സ്റ്റ് ലെവലാണ് മിഡിൽ ലെവൽ. ഇതിന്റെ പേര് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ആണ്. ഇത് ഒരു ഫാക്ട് പഠിക്കുവാണെങ്കിൽ അതിന്റെ മീനിങ്, അതിന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ റിലേഷൻ, ഇതൊക്കെ ഫോക്കസ്ഡ് ആയിരിക്കും. ദെൻ ഇതിൽ ലേണറിന്റെ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യും. ഇതാണ് സ്കൂൾ ലെവലിലുള്ള ടീച്ചിങ്. ഇതിന്റെ ക്ലൂ വേർഡ് ആണ് എക്സ്പ്ലെയിൻ ആൻഡ് ഇന്ററപ്റ്റ്. ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യും, ടീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യും, ആൻഡ് സ്റ്റുഡൻസ് അതിനെ മനസ്സിലാക്കാൻ ട്രൈ ചെയ്യും. ഇതിന് മുന്നത്തെ ലെവലിൽ ജസ്റ്റ് ബൈ ഹാർട്ടിങ് ഓഫ് ഫാക്ട്സ് ആയിരുന്നു, ബട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യും ആൻഡ് ലേണേഴ്സ് വിൽ ട്രൈ ടു ഇന്റർപ്രറ്റ് ദി ഫാക്ട്സ്. അതാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. ഇനി തേർഡ് ലെവലാണ് റിഫ്ലക്റ്റിംഗ് ലെവൽ. ഇതാണ് ഹയസ്റ്റ് ലെവൽ. ആൻഡ് ഈ ലെവൽ ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഇത് ലേണർ സെന്റർ ആണ്. മെമ്മറി ലെവൽ എന്ന് പറയുന്നത് ലോവസ്റ്റ് ലെവലാണ്, അത് ടീച്ചർ സെന്റർ ആയിരുന്നു. റിഫ്ലക്റ്റിംഗ് ലെവൽ ഈസ് ഹയസ്റ്റ് ലെവൽ ആൻഡ് ഇത് ലേണർ സെന്റർ ആണ്. ആൻഡ് ഇത് ഹയർ എഡ്യൂക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. എൻകറേജസ് ഒറിജിനാലിറ്റി ആൻഡ് റിസർച്ച്. ഇതിന്റെ ക്ലൂ വേർഡ് ആണ് ക്രിറ്റിക്കൽ, ക്രിയേറ്റീവ് ഓർ പ്രോബ്ലം സോൾവിങ്. ഇതൊക്കെ വരുന്നത് റിഫ്ലക്റ്റീവ് ലെവലിലാണ്. നെക്സ്റ്റ് വൺ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ് ഡൈനാമിക് ആൻഡ് ഇന്ററാക്റ്റീവ് ആയിരിക്കണം, ഗോൾ ഓറിയന്റഡ് ആയിരിക്കണം, സോഷ്യൽ ആൻഡ് ഹ്യൂമാനി ആയിരിക്കണം, ഫോർമൽ ഓർ ഇൻഫോർമൽ ആവാം. ഈ 4 ക്യാരക്ടറിസ്റ്റിക്സിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായാലും അതൊരു ഗുഡ് ടീച്ചിങ് അല്ല. ടീച്ചിങ്ങിന്റെ റിക്വയർമെന്റ്സ് ആണ് ക്ലിയർ ഒബ്ജക്റ്റീവ്സ്, കോമ്പിറ്റന്റ് ടീച്ചർ, മോട്ടിവേറ്റഡ് ലേണർ, ദെൻ ഗുഡ് എൻവിറോൺമെന്റ്. നമ്മൾ ടീച്ചിങ് ഒരു സബ്ജക്ട് ടീച്ച് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ്സ് അവിടെ ക്ലിയർ ആയിരിക്കണം. ദെൻ കോമ്പിറ്റന്റ് ടീച്ചേഴ്സ് വേണം, ലേണേഴ്സ് കുറച്ച് മോട്ടിവേറ്റഡ് ആയിരിക്കണം. ലേണേഴ്സിന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ടീച്ചേഴ്സ് എത്ര ടീച്ച് ചെയ്താലും അവർക്കത് മനസ്സിലാവില്ല. ദെൻ നല്ല എൻവിറോൺമെന്റ് വേണം. ദെൻ ഇതിൽ ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ലേണേഴ്സ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടല്ലോ. ഫസ്റ്റ് വൺ ആണ് അഡലസെന്റ് ലേണേഴ്സ്. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അക്കാഡമിക് ആയിട്ട് ഹാബിറ്റ്സ് ഒക്കെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ സോഷ്യലി പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് കാണും. ദെൻ ഇമോഷണലി മൂഡ് സ്വിങ്സ്, ഐഡന്റിറ്റി ഇഷ്യൂസ് ഒക്കെ കാണും. ദെൻ അബ്സ്ട്രാക്ട് തിങ്കിങ്ങിന്റെ ബിഗിനിങ് ആയിരിക്കും. ഇതാണ് അഡലസെന്റ് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലേണേഴ്സ് ആണ് അഡൽട്ട് ലേണേഴ്സ്. അഡൽട്ട് ലേണേഴ്സിന്റെ അക്കാഡമിക് എന്ന് പറയുമ്പോൾ അവർക്കൊരു ഗോൾ കാണും, പിന്നെ ഒരു നീഡ് ബേസ്ഡ് ലേണിംഗ് ആയിരിക്കും. ദെൻ സോഷ്യലി റെസ്പോൺസിബിലിറ്റി ഓറിയന്റഡ് ആയിരിക്കും. ദെൻ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും. ദെൻ ലോജിക്കൽ അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് തിങ്കിങ് ഒക്കെ കാണും. ഇതാണ് അഡൽട്ട് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓരോ ലേണേഴ്സിനും
ഡിഫറൻസ് കാണും. ഡിഫറൻസ് ഇൻ ഇൻ്റലിജൻസ്, ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ആവാം. ആപ്റ്റിറ്റ്യൂഡിലൊക്കെ ഡിഫറൻസ് കാണാം. അവരുടെ ഇൻട്രസ്റ്റ് ഡിഫറൻസ് ആയിരിക്കാം. ദെൻ പേഴ്സണാലിറ്റി, ലേണിംഗ് സ്റ്റൈൽസ്, ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. സോ ടീച്ചിങ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കണം, അഡാപ്റ്റീവും ആയിരിക്കണം. ദെൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ടീച്ചർ റിലേറ്റഡ് ഫാക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സബ്ജക്ട് മാസ്റ്ററി. ഇപ്പോൾ ഒരു ടീച്ചർ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ വെൽ വേഴ്സ്ഡ് ആയിരിക്കണം. ഇപ്പോൾ ടീച്ചർ തന്നെ ആ ഒരു ടോപ്പിക്കിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ലേണേഴ്സും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവർക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു കോൺസെപ്റ്റ് കിട്ടൂല. അപ്പോൾ സബ്ജക്റ്റിൽ നല്ല നോളജ് വേണം. A teacher's depth of knowledge in the subject directly affects clarity of teaching and learner understanding. Then teaching attitude, ഒരു പോസിറ്റീവ്, സപ്പോർട്ടീവ് ആൻഡ് മോട്ടിവേറ്റിംഗ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. ദെൻ ഇതിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ലേണർ സെൻറ്റർ മെത്തേഡ്, ഇൻറ്ററാക്റ്റീവ് മെത്തേഡ്, ഇതൊക്കെ യൂസ് ചെയ്യാം. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ടീച്ചർ റിലേറ്റഡ് ഫാക്ടേഴ്സ് ആണ് സബ്ജക്ട് മാസ്റ്ററി, ടീച്ചിങ് ആറ്റിറ്റ്യൂഡ് ആൻഡ് മെത്തേഡ്സ്. ഇനി ലേണർ റിലേറ്റഡ് ഫാക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ മോട്ടിവേഷൻ. ഹൈ മോട്ടിവേറ്റഡ് ആയിരിക്കണം. മോട്ടിവേഷൻ ഇല്ല എങ്കിൽ പഠിക്കാൻ പറ്റില്ല. ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കണം. പിന്നെ നല്ല ഇൻറ്ററാക്ഷനും കൂടി വേണം. പിന്നെ റെഡിനെസ് ആയിരിക്കണം. പുതിയൊരു കോൺസെപ്റ്റ് ഒക്കെ പഠിക്കാൻ അവർ റെഡി ആയിരിക്കണം. പിന്നെ ബാക്ക്ഗ്രൗണ്ടും ലേണർ റിലേറ്റഡ് ഫാക്ടറാണ്. ബാക്ക്ഗ്രൗണ്ട്, പിന്നെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ലാംഗ്വേജ്, ഇതെല്ലാം തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സാണ്. ഇനി തേർഡ് വൺ ആണ് സപ്പോർട്ട് മെറ്റീരിയൽ. ടീച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ് ആണ്. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്സ്, ഡിജിറ്റൽ റിസോഴ്സസ്, ഇതൊക്കെ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്സ് ഒക്കെ റെലവെൻ്റ് ആയിരിക്കണം, അപ്ഡേറ്റഡ് ആൻഡ് കറിക്കുലം ഒബ്ജക്റ്റീവ്സിൻ്റെ കൂടെ അലൈൻഡ് ആയിരിക്കണം. ദെൻ ഡിജിറ്റൽ റിസോഴ്സസ് ഉണ്ട്. PPTs, വീഡിയോസ്, ഓൺലൈൻ കണ്ടന്റ് ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ് എൻഹാൻസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇനിയുള്ള ഫോർത്ത് ഫാക്ടർ ആണ് ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ്. ഇതെല്ലാം ഫിസിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ ഫെസിലിറ്റീസ് ആണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈബ്രറി, ലാബ്സ്, ICT ടൂൾസ്, ഇതൊക്കെ ഇതും ഒരു ഫാക്ടറാണ് അഫക്റ്റിംഗ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ഈ ഫിഫ്ത്ത് വൺ ആണ് ലേണിംഗ് എൻവിറോൺമെൻറ്റ്. ഒരു നല്ല എൻവിറോൺമെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് ആയിരിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ക്ലാസ് റൂം ക്ലൈമറ്റ്. ഒരു പോസിറ്റീവ്, ഡെമോക്രാറ്റിക് ആൻഡ് ഫിയർ ഫ്രീ എൻവിറോൺമെൻറ്റ് ആണെങ്കിൽ ഇറ്റ് പ്രൊമോട്ട്സ് ബെറ്റർ ഇൻട്രാക്ഷൻ ആൻഡ് ലേണിംഗ്. ഇനി സിക്സ്ത് വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ഫാക്ടേഴ്സ് ആണ്. ഈ ഫാക്ടേഴ്സ് എല്ലാം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതിൽ പോളിസീസ് ഉണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കരിക്കുലം ഡിസൈൻ, അറ്റൻഡൻസ് റൂൾസ്, ഇവാലുവേഷൻ സിസ്റ്റം, ഇതൊക്കെ വരും. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ദെൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ടീച്ചർ സെൻറ്റേർഡും ഉണ്ട്, ലേണർ സെൻറ്റേർഡും ഉണ്ട്. ടീച്ചർ സെൻറ്റേർഡിൽ ലെക്ചർ മെത്തേഡ് ആൻഡ് ഇത് പാസീവ് ലേണേഴ്സിനാണ്. വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ കാണത്തുള്ളൂ ടീച്ചർ സെൻറ്റേർഡ് ആണെങ്കിൽ. ഇനി ലേണർ സെൻറ്റേർഡ് ആണെങ്കിൽ ഡിസ്കഷൻ, പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആയിരിക്കും. പ്രോബ്ലം സോൾവ് ചെയ്യാം ആൻഡ് ലേണേഴ്സും ആക്റ്റീവ് ആയിരിക്കും. ഇനി ഓഫ്ലൈൻ വേഴ്സസ് ഓൺലൈൻ മെത്തേഡ്സ് ഉണ്ട്. ഓഫ്ലൈൻ മെത്തേഡ് ആണെങ്കിൽ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ കാണും, ഇമ്മീഡിയറ്റ് ആയിട്ട് ഫീഡ്ബാക്ക് കിട്ടും. ബട്ട് ഓൺലൈൻ ആണെങ്കിൽ അങ്ങനെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ അതൊന്നും കിട്ടില്ല. ബട്ട് ഫ്ലെക്സിബിൾ ആയിരിക്കും, സെൽഫ് പേസ്ഡ് ആയിരിക്കും. ദെൻ PYQയിൽ വന്നതാണ് പ്ലാറ്റ്ഫോംസ്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. സ്വയം മൂക്സ് പ്ലാറ്റ്ഫോം ഉണ്ട്, പിന്നെ സ്വയം പ്രഭ ഉണ്ട്, DTH ചാനൽസ്, പിന്നെ മൂക്സ് ഒക്കെ ഉണ്ട്. മൂക്സിൻ്റെ ഫുൾ ഫോമാണ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. ദെൻ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം. ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിൽ ചോക്ക് ആൻഡ് ബോർഡ് ആണ്. പിന്നെ മോഡേൺ സിസ്റ്റം ആണെങ്കിൽ പ്രൊജക്ടേഴ്സ്, സ്മാർട്ട് ബോർഡ്സ് ഒക്കെ ഉണ്ട്. ദെൻ ICT ബേസ്ഡ് സിസ്റ്റം ആണ് LMS, വിർച്വൽ ക്ലാസ് റൂം, ഡിജിറ്റൽ ലൈബ്രറീസ്, ഇതൊക്കെ. നെക്സ്റ്റ് വൺ ആണ് ഇവാലുവേഷൻ സിസ്റ്റം. ഇവാലുവേഷൻ എന്ന് പറയുന്നത് ലേണർ എന്തൊക്കെയാണ് ലേൺ ചെയ്തേക്കുന്നത്, ഒരു പർട്ടിക്കുലർ ഇതിൽ നിന്ന് അവർക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇവാലുവേഷൻ്റെ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് ആണ് ടെസ്റ്റിംഗ്, മെഷർമെൻറ്റ്, അസസ്മെൻറ്റ് ആൻഡ് എക്സാമിനേഷൻ. ഇതിൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടൂളാണ്. ഇവാലുവേഷൻ്റെ ഒരു ടൂളാണ് ടെസ്റ്റിംഗ്. അവർക്ക് ഈ ഒരു സബ്ജക്റ്റിൽ എത്ര നോളജ് ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ടെസ്റ്റിംഗ്. ദെൻ മെഷർമെൻറ്റ്, അവരുടെ മാർക്സ്, അതൊക്കെ ഒരു മെഷർമെൻ്റ് ആണ്. ദെൻ അസസ്മെൻറ്റ്, മാർക്സ് ഒക്കെ വെച്ചിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ് അസസ്മെൻറ്റ്. ദെൻ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ എൻഡിൽ വരുന്നതാണ്. ദെൻ ഈ ഇവാലുവേഷൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു ടോപ്പിക് ബിഗിൻ ചെയ്യുന്നതിന് മുന്നേ നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ്. ഇത് വെച്ചിട്ട് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, പിന്നെ പ്രയർ നോളജ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ടീച്ചേഴ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും ടു പ്ലാൻ ഇൻസ്ട്രക്ഷൻസ് അക്കോർഡിംഗ്ലി. ആൻഡ് ഈ ഒരു ഇവാലുവേഷൻ, ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ്റെ ഒരു ക്ലൂ ആണ് ഡയഗ്നോസിസ് ഓഫ് ലേണിംഗ് പ്രോബ്ലം. ഇങ്ങനെ കീവേഡ് വരുവാണെങ്കിൽ അത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ്. ഇതിൻ്റെ എക്സാമ്പിൾ ആണ് പ്രീ ടെസ്റ്റ് ബിഫോർ സ്റ്റാർട്ടിങ് എ ന്യൂ യൂണിറ്റ്. ഈ സെക്കൻഡ് ഉള്ളതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഇത് ഒരു ലേണിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഇതിൽ ഇറ്റ് ഫോക്കസസ് ഓൺ കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്.
ഇറ്റ് ഹെൽപ്സ് ഇൻ മോഡിഫൈങ് ടീച്ചിങ് സ്ട്രാറ്റജീസ്. ഇതിന്റെ ക്ലൂ ആണ് ഇംപ്രൂവ്മെന്റ് ഓറിയന്റഡ് ഇവാലുവേഷൻ. ഇങ്ങനെ ഒരു കീവേഡ് കിട്ടുന്നുണ്ടെങ്കിൽ, ഇംപ്രൂവ്മെന്റ് ഓറിയന്റഡ് ഇവാലുവേഷൻ ഇങ്ങനെ കീവേഡ് വരുന്നുണ്ടെങ്കിൽ അത് ഫോർമാറ്റീവ് ഇവാലുവേഷൻ ആണ്. ഇതിന്റെ എക്സാമ്പിൾ ആണ് ക്ലാസ് ടെസ്റ്റ്, അസൈൻമെന്റ്, ക്വിസ്, പ്രോജക്റ്റ്, ഇതൊക്കെ. ഇനി തേർഡ് വൺ ആണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഇത് ഒരു കോഴ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അക്കാഡമിക് ഇയർ എൻഡ് ആകുമ്പോൾ നടത്തുന്നതാണ്, അല്ലെങ്കിൽ ഒരു സെം കഴിയുമ്പോൾ നടത്തുന്നതാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഫോക്കസസ് ഓൺ ഓവറോൾ അച്ചീവ്മെന്റ്, ഗ്രേഡിംഗ്, സർട്ടിഫിക്കേഷൻ, പ്രൊമോഷൻ, അതിനൊക്കെ സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ് യൂസ് ആവുന്നത്. ആൻഡ് ഇതിൽ ഫീഡ്ബാക്ക് ഒന്നും കിട്ടൂല. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഫോർ ഇംപ്രൂവ്മെന്റ്. ഇതിന്റെ ക്ലൂ അല്ലെങ്കിൽ കീവേഡ് ആണ് ജഡ്ജ്മെന്റ് ഓറിയന്റഡ് ഇവാലുവേഷൻ. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് എൻഡ് സെമസ്റ്റർ എക്സാം, ആനുവൽ എക്സാം, ഇതൊക്കെ. ഇനി CBCS, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഉണ്ട്. ഇതിൽ ലിസ്റ്റ് ഓഫ് കോഴ്സസ് കാണും. CBCS മീനിങ് ലിസ്റ്റ് ഓഫ് കോഴ്സസ് കാണും. അതിൽ നിന്ന് സ്റ്റുഡൻസിന് സെലക്ട് ചെയ്യാൻ പറ്റും, പർട്ടിക്കുലർ കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കാം. ആൻഡ് അതിൽ നിന്ന് കുറച്ച് ക്രെഡിറ്റ്സ് കിട്ടും. അതാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. ഒരു ലിസ്റ്റ് ഓഫ് കോഴ്സസിൽ നിന്ന് പർട്ടിക്കുലർ കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കാം. ഇനി ഇത് തന്നെ CBCS തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. കോർ സബ്ജക്റ്റ്, എലക്ടീവ് സബ്ജക്ട്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇത് ക്രെഡിറ്റ് ബേസ്ഡ് ആണ്. കണ്ടിന്യൂസ് ഇന്റേണൽ അസസ്മെന്റ് കാണും. സെമസ്റ്റർ എൻഡ് എക്സാംസ് ആണ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിരിക്കും. ദെൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ്സ് ആണ്, ഓൺലൈൻ എക്സാം, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ. ആൻഡ് ഇത് ഫാസ്റ്റർ ആയിരിക്കും, ട്രാൻസ്പെറൻറ്റും ആയിരിക്കും. ഇവാലുവേഷനിലുള്ള ഇന്നോവേഷൻസ് ആണ് ഓപ്പൺ ബുക്ക് എക്സാം, ഓൺലൈൻ ക്വിസസ്, പോർട്ട്ഫോളിയോ അസസ്മെന്റ്, പിയർ അസസ്മെന്റ്, ഇതൊക്കെ. So that's all about important points from teaching aptitude, and use this only for last minute revisions. ഇനി ബാക്കിയുള്ള പോർഷൻസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല. പറ്റുവാണെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ടോപ്പിക്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.